ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയുടെ +1 കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം. കെമിസ്ട്രി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലൊക്കെ കെമിസ്ട്രീനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രിക്ക് ഒരു ചെറിയൊരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി കോമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദ ചേഞ്ചസ് വിച്ച് മാറ്റർ അണ്ടർഗോസ്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്, ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണെന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഓക്കെ, സിമ്പിളാണ്, സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് മാത്രമല്ല, അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അതിൽ ഫുള്ളായിട്ട് പറയുന്നത് മാറ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഡെഫിനിഷൻ ഈ രീതിയിൽ പറയാം. കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. മാറ്ററിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എന്ന് പറയുന്നത് കെമിസ്ട്രി എന്ന് പറയുന്നത്. മാറ്റർ എന്ന് പറഞ്ഞാൽ ദ്രവ്യമാണ്, അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്, നോക്കാം. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന സമയത്ത് കെമിസ്ട്രിക്ക് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ എക്സാമ്പിൾസാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്, പോളിമർ കെമിസ്ട്രി ഉണ്ട്, ബയോ കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ഹൈഡ്രോ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, ഗ്രീൻ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്നിങ്ങനെ ഒരുപാട് തരത്തിൽ, ഇത് കുറച്ച് എക്സാമ്പിളേ കൊടുത്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് രീതിയിലുള്ള ബ്രാഞ്ചസ് കെമിസ്ട്രിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയാണ്. മാറ്റർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കെമിസ്ട്രി എന്ന് പറഞ്ഞത് മാറ്ററിനെ കുറിച്ചുള്ള സ്റ്റഡിയാണെന്ന് പറഞ്ഞു. ഓക്കെ, മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടും അതിൻ്റെ ചേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് മാറ്റർ എന്നറിയണ്ടേ? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ്, എന്തും ആവാം, വിച്ച് ഓക്യുപ്പൈസ് സ്പേസ്, അതായത് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമുള്ള എന്തുമാവാം. നിങ്ങളുടെ കയ്യിലൊരു ബുക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ബുക്ക് ഒരു സ്ഥലത്ത് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥലം വേണം. അപ്പോൾ ആ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? മാറ്ററാണ്. ഓക്കെ, ഇനി സ്പേസ് മാത്രം ഉണ്ടായാൽ പോരാ, ആ സാധനത്തിന്, ആ ബുക്കിന് അല്ലെങ്കിൽ ആ പറയുന്ന വസ്തുവിന് മാസം ഉണ്ടായിരിക്കണം, ഒരു നിശ്ചിത മാസം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി എനിത്തിങ്, എന്തും ആവാം, ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഒരു നിശ്ചിത ഭാരമുള്ളതും, പിന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാനോ തൊടാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്ന എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മാറ്ററിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങളുടെ ക്ലോത്ത് ആവാം, ഡ്രസ്സുകളാവാം, ബുക്കായിരിക്കാം, പെന്നാവാം, പെൻസിലാവാം, മൊബൈൽ ഫോൺ, ആൻഡ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്? സ്ഥിതി ചെയ്യാനായിട്ട് ഒരു സ്ഥലം, സ്പേസ് ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ സാധനത്തിനും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണാനോ കേൾക്കാനോ തൊടാനോ ഒക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാറ്റർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നമ്മൾ പറഞ്ഞു നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും മാറ്ററാണ്, ദ്രവ്യമാണ്. ബിക്കോസ് എല്ലാത്തിനും സ്ഥിതി ചെയ്യാനായിട്ട് ഒരു സ്ഥലം, ഒരു പർട്ടിക്കുലർ സ്ഥലം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും വെയിറ്റ് ഉണ്ട്. ആൻഡ് വി ക്യാൻ സീ ഓർ വി ക്യാൻ ഹിയർ ഓർ വി ക്യാൻ ഫീൽ ഇറ്റ്, നമുക്കത് കാണാനോ കേൾക്കാനോ ഒക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന മാറ്റർ ഒരേപോലത്തെ അവസ്ഥയിലല്ല നിൽക്കുന്നത്. ഓക്കെ, മാറ്റർ പ്രധാനമായിട്ടും 3 അവസ്ഥയിലാണ്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 അവസ്ഥയിലാണുള്ളത്. പക്ഷേ കെമിസ്ട്രി നമ്മൾ +1ഉം +2ഉം അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലാസ്മ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന 3 സെപ്പറേറ്റ് സ്റ്റേറ്റ് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോളിഡും ലിക്വിഡും ഗ്യാസും മാത്രമല്ല, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് കൂടി മാറ്ററിനുണ്ട്. ഓക്കെ, ഇത് നമ്മൾ മാറ്ററിൻ്റെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി മാറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് 2 രീതിയിൽ. ഓക്കെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഓക്കെ, എന്താണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്ററിനെ തരംതിരിച്ചിട്ടുള്ളതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. എന്താണ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ലൈൻ വായിച്ചിട്ട് അതിന് മീനിങ് പറഞ്ഞുതരാം. സോളിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാസ് ഉണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
വേണമെങ്കിൽ വെയിറ്റ് എന്ന് പറയാം. വെയിറ്റ് മാസം വ്യത്യാസമുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭാരമുള്ള, ഒരു നിശ്ചിത ഭാരമുള്ള ഒരു സാധനമാണ് സോളിഡ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ഭാരമുണ്ട്, അതായത് ഒരു പർട്ടിക്കുലർ ഒരു കറക്റ്റ് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ വോളിയം, അതിനൊരു കറക്റ്റ് സ്ഥിതി ചെയ്യാനായിട്ടൊരു പർട്ടിക്കുലർ സ്ഥലം വേണം. അതുപോലെ തന്നെ കറക്റ്റായിട്ടൊരു ഷേപ്പും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെന്ന് വെക്കാനായിട്ടൊരു സ്ഥലം വേണം. ആ പെന്നിന് കറക്റ്റായിട്ടൊരു ബൗണ്ടറി, ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു നിശ്ചിത സ്ഥലം, വോളിയം ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി അടുത്ത പറയുന്നത് ഇതിൻ്റെ പാർട്ടിക്കിൾസ്, ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ഡ്. നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്, അതിൽ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ വളരെ വളരെ വളരെയധികം ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അതിനിടയിലുള്ള ഗ്യാപ്പ് ഉണ്ടോ നോക്കിയേ, ഇൻ്റർ മോളിക്യുലാർ ഡിസ്റ്റൻസ്, ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് വളരെ കൂടുതലാണ്. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, അടുത്തടുത്ത് നിൽക്കുന്നുണ്ടല്ലേ. പിന്നെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സ്ഡ് പൊസിഷൻ, അവർക്ക് ഫിക്സ്ഡ് പൊസിഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും അതിലുള്ള മോളിക്യൂൾസ് എല്ലാം തന്നെ ഒരു ഫിക്സ്ഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്, അത് വേറെ എവിടേക്കും മൂവ് ചെയ്യുന്നില്ല. ദേ ക്യാൻ ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ, അതായത് അവരുടെ കറക്റ്റ് പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനങ്ങാൻ പറ്റും, അല്ലാതെ മൂവ് ചെയ്യാനായിട്ടൊന്നും പറ്റുന്നില്ല. പിന്നെ പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്, റിജിഡാണ്, നല്ല കട്ടിയുള്ളതാണ്, അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. കംപ്രസ് ചെയ്യാൻ എന്താണെന്നറിയാലോ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ലിക്വിഡിനെ, സോളിഡിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഇൻകംപ്രസിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മലയാളത്തിൽ പറയാം, ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല, ഞാൻ മലയാളം പറയാം. നിശ്ചിത ഭാരം ഉണ്ടായിരിക്കണം, നിശ്ചിത വ്യാപ്തം ഉണ്ടായിരിക്കണം, ഒരു ഷേപ്പ് ഉണ്ടായിരിക്കണം. ഇനി അതിന് ഉണ്ടാക്കിയിട്ടുള്ള മോളിക്യൂൾസൊക്കെ നല്ല ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അതിനിടയിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇല്ല, ആ ഗ്യാപ്പ് തീരെയില്ല. ഡിസ്റ്റൻസൊക്കെ ഷോർട്ടാണ്, കുഞ്ഞ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി ഇവ തമ്മിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാലോ അത് വളരെ കൂടുതലാണ്. ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇവയ്ക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ പൊസിഷനിൽ നിന്ന് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് ഓസിലേറ്റ് ചെയ്യാനായിട്ട്, ഒന്നിങ്ങനെ വ്യതിചലിക്കാൻ, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മൂവ് ചെയ്യാൻ മാത്രമാണ് പറ്റുന്നത്. പിന്നെ ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല, നല്ല കട്ടിയുള്ളൊരു സംഭവമാണ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡിൻ്റെ പറഞ്ഞു നമ്മൾ. ഇനി അടുത്ത പറഞ്ഞ ലിക്വിഡാണ്. അപ്പോൾ ലിക്വിഡ് റിജിഡ് അല്ല എന്ന് നമുക്കറിയാം. ലിക്വിഡ്സ് ആർ നോട്ട് റിജിഡ്, കട്ടിയുള്ളതല്ല. പക്ഷേ അതിനെന്തുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്. അതായത് 1 ലിറ്റർ ഒരു ഓയിലോ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം അത് നമ്മൾ വേറൊരു കണ്ടെയ്നറിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 ലിറ്റർ തന്നെയാണ് ഉണ്ടാവുള്ളൂ. ഏത് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാലും 1 ലിറ്റർ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിന് ഷേപ്പൊന്നുമില്ല. നമ്മുടെ വെള്ളത്തിന് ഷേപ്പൊന്നുമില്ല. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് കണ്ടെയ്നറിലാണോ ഈ വെള്ളം എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പായിരിക്കും ആ വെള്ളത്തിനുണ്ടായിരിക്കുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഭയങ്കരമായിട്ട് ടൈറ്റ്ലി പാക്ഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ കുറച്ചൊരു ലൂസ്ലി പാക്ഡ് ആണ്. ഇനി അതേപോലെ തന്നെ മറ്റോടത്ത് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഭയങ്കര ഷോർട്ടായിരുന്നു, അധികം സ്പേസ് ഉണ്ടായിരുന്നില്ല. മോളിക്യൂൾസ് തമ്മിൽ ചെറിയൊരു സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ കുറച്ചും കൂടി സോളിഡിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു സോളിഡിന്, പക്ഷേ അവിടെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്, സോളിഡിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കുറവാണ്. ഇനി ഡിഫ്യൂഷൻ വളരെ കൂടുതലാണ്. ഡിഫ്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ മിക്സ് ആവും, പെട്ടെന്ന് മിക്സ് ആവും. എന്തുപോലെയല്ല, സോളിഡ് പോലെയല്ല, സോളിഡിനെക്കാട്ടിയും കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫ്യൂസ് ചെയ്യാനായിട്ട്, മിക്സ് ആവാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മൾ ലിക്വിഡിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഗ്യാസാണ്. ഗ്യാസിൻ്റെത് അതിന് പ്രത്യേകിച്ച് ഷേപ്പില്ല. നമുക്കറിയാം ഗ്യാസിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, പ്രത്യേകിച്ച് വോളിയം ഇല്ല. വോളിയം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 ലിറ്റർ ഗ്യാസ് എടുത്തു എന്ന് വിചാരിക്കാം. ആ 1 ലിറ്റർ ഗ്യാസ് 1 ലിറ്റർ കണ്ടെയ്നറിലാണ് ഇരിക്കുന്നത്, 1 ലിറ്ററിൻ്റെ ഒരു പാത്രത്തിലാണ് ഇരിക്കുന്നത്. നമ്മളതൊരു 5 ലിറ്ററിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 5 ലിറ്റർ ആവും. ഈ 5 ലിറ്ററിൻ്റെ സംഭവം നമ്മൾ വീണ്ടും ഒരു 25 ലിറ്ററിലേക്കാണ് മാറ്റുന്നതെങ്കിൽ, 25 ലിറ്ററിൻ്റെ ഒരു ക്യാനിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അത്രയും ഉണ്ടാവും, 25 ലിറ്റർ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്ടിക്കിൾസ് വളരെ അടുത്തൊന്നല്ല, വളരെ വളരെ അകലെയാണ് എന്നറിയാം. ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. മറ്റോടത്തൊക്കെ കുറച്ച് ടൈറ്റ് ആയിരുന്നില്ലേ,
ഓക്കെ. ഇനി ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കാണ്, അതുകൊണ്ട് തന്നെ അവ അടുത്തല്ല നിൽക്കുന്നത്. ഓക്കെ. നല്ല രീതിയിൽ കംപ്രസ് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ ഗ്യാസിനൊക്കെ കംപ്രസ് ചെയ്ത് നമുക്ക് എന്താക്കാൻ പറ്റും, ലിക്വിഡൊക്കെ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഗ്യാസ് എല്ലാ ദിശയിലേക്കും പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാ സ്ഥലത്തേക്കും പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഗ്യാസിന് ഡെൻസിറ്റി വളരെ കുറവാണ്. എന്തിനെ അപേക്ഷിച്ചിട്ട്? നമ്മുടെ സോളിഡിനെയും ലിക്വിഡിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ഡെൻസിറ്റി, സാന്ദ്രത വളരെ കുറവാണ്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഇല്ലാണ്ട് തന്നെ സിമ്പിളായിട്ട് മിക്സ് ആവും. പ്രത്യേകിച്ച് നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സംഭവം മിക്സ് ആക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ സോളിഡും ലിക്വിഡും ഗ്യാസുമാണ് നമ്മൾ പറഞ്ഞത്. ഓൾറെഡി നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളത് തന്നെയാണിത്, ജസ്റ്റ് ഒരു റിവിഷനായിട്ട് നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞിപ്പോൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനായിരുന്നു സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇനി നമ്മൾ പറയുന്നത് കെമിക്കൽ ക്ലാസിഫിക്കേഷനാണ്. 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ്. ഓക്കെ. അപ്പോൾ മാറ്ററിനെ കെമിക്കൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ്. ഓക്കെ. അപ്പോൾ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കിയേ. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന എല്ലാ സാധനങ്ങളും, ഓക്കെ, 100 എബോവ് കാണുന്ന എല്ലാ സാധനങ്ങളും എന്താണ്? എലമെൻറ്റ്സ് ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ. നല്ല ശുദ്ധമായിട്ടുള്ളൊരു സാധനമാണ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് വേറെ സാധനങ്ങളൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല, മിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിനെ വീണ്ടും കഷ്ണങ്ങളാക്കിയിട്ട് വേറെ വേറെ പീസസ് ആക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു 2 or more സിംപ്ലർ സബ്സ്റ്റൻസസ് ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ മീൻസ്. ഓക്കെ. ഫിസിക്കൽ പ്രക്രിയയിലൂടെയോ കെമിക്കൽ പ്രക്രിയയിലൂടെയോ ഇതിനെ ഇനിയും ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റില്ല. ഓക്കെ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള ആറ്റങ്ങൾ കൊണ്ട് മാത്രമാണ്. എക്സാമ്പിളാണ് കോപ്പർ, സിൽവർ, ഗോൾഡ്, അയൺ ഒക്കെ എക്സാമ്പിളാണ്. സിമ്പിളായിട്ട് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ടേബിൾ മാത്രം ആലോചിച്ചാൽ മതി. പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ പേരുകൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ: ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ. ഇതൊക്കെ എലമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് കോമ്പൗണ്ടാണ്. കോമ്പൗണ്ട് എന്ന് പറയുന്നതും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എലമെൻ്റ് എന്ന് പറയുന്ന പ്യുവർ സബ്സ്റ്റൻസ് ആണ്, അതേപോലെ തന്നെ കോമ്പൗണ്ടും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ. പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 2 അതിൽ കൂടുതലോ എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ടാണ്. ഓക്കെ. ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്തിട്ടാണ്. നമുക്കറിയാം H2O വാട്ടർ എന്ന് പറയുന്നത്, NH3 അമോണിയ, CH4 മീഥൈൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കോമ്പൗണ്ട്സ് ആണ്. ഇതിലെന്തൊക്കെയുണ്ട്? വാട്ടർ എന്ന് പറയുന്നതിൽ നമുക്ക് ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അമോണിയ എന്ന് പറയുന്നതിൽ നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ മീഥൈൻ എന്ന് പറയുന്നതിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇതൊരു ഫിക്സ്ഡ് റേഷ്യോയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമ്പൗണ്ട് കിട്ടുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മിക്സ്ചേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എലമെൻറ്റ്സ് പറഞ്ഞു, കോമ്പൗണ്ട്സ് പറഞ്ഞു, അടുത്ത മിക്സേഴ്സാണ്. മിക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മിക്സ്ചർ ഈസ് മേഡ് അപ്പ് ഓഫ് 2 or more എലമെൻറ്റ്സ് ഓർ കോമ്പൗണ്ട്സ് ഓർ ബോത്ത്. ഒന്നുകിൽ 2 അതിൽ കൂടുതലോ എലമെൻറ്റ്സോ, അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ കോമ്പൗണ്ട്സോ, അല്ലെങ്കിൽ എലമെൻറ്റ്സും കോമ്പൗണ്ട്സും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്ന് പറയുന്നത് മിക്സ്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ബ്രാസ് എന്ന് പറയുന്നത്. ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ബ്രാസ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ആണ്. മിക്സ്ചറിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെട്രോജിനസ് മിക്സ്ചറുണ്ട്, അതുപോലെ തന്നെ ഹോമോജിനസ് മിക്സ്ചറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹോമോജിനസ് മിക്സ്ചർ എന്താണെന്ന് നോക്കാം. ഹോമോജിനസ് മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിലത്തെ കമ്പോണൻസ് 2 കാര്യങ്ങളുണ്ടാവും. സോൾവെൻറ്റും സൊല്യൂട്ടും ഉണ്ട്. അത് നമ്മൾ പിന്നീട് +2 പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിലത്തെ കാര്യങ്ങളെന്ന് പറയുന്നതാണ്, ഹോമോജിനസ് മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിലത്തെ കമ്പോണൻസ് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ടാവും. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുറച്ച് വെള്ളം എടുത്തു, ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, സോൾട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഹോമോജനസ് മിക്സറാണ്. അത് എവിടെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരേപോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ. അല്ലെങ്കിൽ എത്തനോൾ, വാട്ടർ അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും ഹോമോജനസ് മിക്സറാണ്. ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, ഇതൊക്കെ എന്താണ്? ഹോമോജിനസ് ആണ്. സെയിം ആണ് ഇതിൻ്റെ കോമ്പോസിഷൻ. ഇത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ടാവും. ഹെട്രോജിനസ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ആയിട്ടുള്ളത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല. എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ മഡി വാട്ടർ, ചെളിവെള്ളം, ചോക്ക് പൗഡർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് നിൽക്കുമോ? ഇല്ല, മിക്സ് ആയിട്ട് നിൽക്കില്ല. ചിലതൊക്കെ അടിയിലേക്ക് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് മേലേക്ക് എടുക്കുന്നുണ്ടാവും. അതിൻ്റെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് എന്തല്ല, ഈക്വൽ അല്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിലത്തെ മിക്സറിനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്.